ഇതുപോലെ ഒരു കുക്കറിലേക്ക് 2 സവോളയും 2 നല്ല പഴുത്ത തക്കാളി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില തീർച്ചയായും ഇടണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല സ്വാദ് കിട്ടുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1-2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു വരണം. ഇതെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും ഒരു 3 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിടാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം 1 ടീസ്പൂൺ സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനുമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണിത്.